എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചക്കക്കുരു, മുരിങ്ങക്കോലും മാങ്ങയൊക്കെ ചേർത്ത് തേങ്ങ അരച്ച് വെക്കുന്ന ഒരു നാടൻ ചാറുകറി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചക്കക്കുരു മുരിങ്ങക്ക ചാറുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. ഒരു ചക്കക്കുരു എടുത്ത് ഇതുപോലെ 4 പീസായി കട്ട് ചെയ്യാം. ഇനി ഇതിന്റെ ഉൾഭാഗത്തെ സ്കിൻ കൂടി ചെറുതായി ഒന്ന് കളഞ്ഞെടുക്കാം. ഈ രീതിയിൽ നമുക്ക് ചക്കക്കുരു എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. കട്ട് ചെയ്തെടുത്ത ഈ ചക്കക്കുരു പീസസ് നന്നായി വൃത്തിയാക്കിയതിനു ശേഷം കുറച്ച് വെള്ളവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്ക് ചെയ്യാൻ വെക്കാം. ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഇത് നന്നായി വെന്ത് കിട്ടും. ഇപ്പോൾ ഇവിടെ ചക്കക്കുരു കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്കോലും ഒരു ചെറിയ മാങ്ങ കഷ്ണങ്ങളാക്കിയതും കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കൂടെ 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. മുരിങ്ങക്കോലിൻ്റെ ഒപ്പം ഇങ്ങനെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്തുണ്ടാക്കുന്ന കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും ഒക്കെ കിട്ടും. ഇനി കറിയിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1 മുറി തേങ്ങ ചിരകിയത്, 2-3 ചെറിയുള്ളി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1 നുള്ളു ജീരകം, 2 ചെറിയ അല്ലി വെളുത്തുള്ളി, ഇത്രയും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പൊ ഇവിടെ മുരിങ്ങക്കായും മാങ്ങയും ഒക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് ഒന്ന് ചെറു തീയിൽ വെച്ച് ഒന്ന് അടച്ചു വെക്കാം. ഇത് ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. ഈ സമയത്ത് ഉപ്പ് കൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കറിയിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടി പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയതിനു ശേഷം ഉലുവ ഇട്ട് അതും കൂടി ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ 3 വറ്റൽമുളക്, കുറച്ചേറെ കറിവേപ്പില, 5-6 ചെറിയുള്ളി, ഇത്രയും ഇട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ചെറിയുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇവിടെ ഇപ്പോൾ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ ഫ്ലേവർ ഒക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചക്കക്കുരു മുരിങ്ങക്ക ചാറുകറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.